ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും നമ്മൾ അർജുനെ കാത്തു നിൽക്കുന്ന തുടങ്ങിയിട്ട് 10 ദിവസമായില്ലേ. നല്ലൊരു വാർത്ത കേൾക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. ആദ്യം തന്നെ അവർ ദൃക്സാക്ഷികളോട് അതിന് ചോദിക്കേണ്ടിയിരുന്നത്, അതൊന്നും വൈകിപ്പോയി അവൻ്റെ വിധി. എന്നിരുന്നാലും നല്ലൊരു വാർത്ത കേൾക്കട്ടെ. രാവിലെ തന്നെ എല്ലാവരും ഈ ഇലക്ഷനൊക്കെ ആത്മാർത്ഥമായി നിൽക്കുമ്പോഴാ ഇന്ന് തന്നെ എല്ലാവരും വാർത്തയുടെ മുമ്പിലും ഫോണിൻ്റെ മുമ്പിലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മളെ കേരളത്തിലാണെങ്കിൽ 1,00,000 ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാകുകയായിരുന്നു. നാട്ടുകാരും ജനങ്ങളും മാത്രം മതിയായിരുന്നു. അത്രക്കും ആത്മാർത്ഥമായിട്ട് എല്ലാവരും ഒരുങ്ങി ഇറങ്ങുകയായിരുന്നു. പക്ഷെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നാടായിപ്പോയില്ല. ആൾപ്പാർപ്പും ജനങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും ദൃക്സാക്ഷികൾ ആരും ഉണ്ടോയെന്ന് ആദ്യം ചോദിച്ചറിയണ്ടായിരുന്നു. അല്ലാണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഏതായാലും നല്ലൊരു വാർത്ത കേൾക്കട്ടെ. എല്ലാവരും ഇതിനെപ്പറ്റി വീഡിയോസ് ചെയ്യുമ്പം എനിക്കും ഒരു ആഗ്രഹം, ആരുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. നല്ലൊരു വാർത്ത കേൾക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. 100 വർഷം പഴക്കമുള്ള പള്ളീൻ്റെ മൂട്ടിൽ അമ്പലത്തിൻ്റെ വല്ല തുമ്പുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അറിയാൻ പറ്റിയ മിഷ്യനൊക്കെ എല്ലാവരുടെ അടുത്തുണ്ട്. അതൊക്കെ എല്ലാവരും മാന്തി വ്യക്തമായി അതിൻ്റെയൊക്കെ പരിപാടികളൊക്കെ എല്ലാവരും ഒപ്പിച്ച് വെച്ച്, ഒരു ജീവൻ മണ്ണിൻ്റെ അടിയിൽ കിടന്നിട്ട് ഈ മിഷ്യനൊന്നും ഇതുവരെ ഇറക്കാനായില്ല. ഒക്കെ ഓരോരോ എന്താ പറയുക, വർഗീയതയും എല്ലാം കൂടി ആയിട്ടായിരിക്കും. ഒരു മനുഷ്യൻ്റെ ജീവന് വില കൊടുക്കുകയായി ഒക്കെ ആയിരിക്കും. പാവം അവൻ്റെ അച്ഛനും അമ്മയും ഭാര്യയും കുഞ്ഞു മോനും വല്ലാത്ത സങ്കടം. എന്താ ഇനി അവർക്ക് കേൾക്കേണ്ട വാർത്ത? നല്ലൊരു വാർത്ത തന്നെ കേൾക്കട്ടെ. ഇന്ന് എല്ലായിടത്തും പൊതുവേ നല്ലൊരു അന്തരീക്ഷമൊക്കെയാണ്. അതുപോലെ അവർക്കും അവിടെ നല്ലൊരു അന്തരീക്ഷമൊക്കെ ആക്കി കൊടുക്കട്ടെ. എന്നെങ്കിലല്ലേ അവരുടെ തെരച്ചിലിനൊക്കെ നല്ലൊരു ബലം കിട്ടണമെങ്കിലും. ഏതായാലും ഇന്ന് തന്നെ അള്ളാഹു അവനെ കാട്ടിക്കൊടുക്കട്ടെ. പിന്നെ എല്ലാവരും ആർക്കും പറയാതെ തന്നെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയൊക്കെയാണ്. നമുക്ക് ജാതി മതവും ആണ് പെണ്ണ് ഒന്നും ആർക്കും വ്യത്യാസമില്ല. എല്ലാവരും ഒരു ജീവന് വേണ്ടി എത്ര ദിവസമായി. പാവം ആ സൈന്യങ്ങളൊക്കെ സമ്മതിക്കാണ്ട് ഊണില്ല, ഭക്ഷണമില്ല, വിശ്രമമില്ല. ഈ കോരിച്ചെറിയുന്ന മഴയും വെള്ളവും തണുപ്പിലും ഭയങ്കരം. അവർക്കൊക്കെ എല്ലാവിധ ആരോഗ്യവും ആയുസ്സൊക്കെ അള്ളാഹു കൊടുക്കട്ടെ. നല്ലൊരു വാർത്തയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക.